ശ്രീ ജയേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞല്ലോ CPIയുടെ നിലപാട് വ്യക്തമാണ്. ഇതിൽ നിന്ന് പിൻവാങ്ങുക എന്നതിലപ്പുറം മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല. പകരം ഇന്ന് MA ബേബി വിളിക്കുമ്പോഴും പദ്ധതിയിൽ മെല്ലെപ്പോക്കാകാമെന്നും ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കാമെന്നുമാണ് പറയുന്നത്. ഇത്രയും ഒക്കെ ആലോചനകൾ ഇപ്പോൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വേണ്ട എന്ന് വെച്ച വിഷയം ഒറ്റയ്ക്ക് പോയി ഒപ്പിടാൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ CPIയെ സംബന്ധിച്ച് അപമാനം എന്നതിനപ്പുറം ചതി എന്ന വാക്കാണ് അവർ പറയുന്നത്, വിശ്വാസവഞ്ചന എന്ന വാക്കാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസവഞ്ചനയിലേക്ക് എത്തിച്ചതല്ലേ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം. എന്നിട്ട് ശക്തമായ ഇടത് നിലപാടെടുത്തവരോട് പിന്നാക്കം പോകാൻ പറയുക, തെറ്റുപറ്റിയവർക്ക് ഇനി പിന്മാറാൻ പറ്റില്ല എന്ന് പറയുക, അതെന്തൊരു ന്യായീകരണമാണ് ശ്രീ ജയേന്ദ്രൻ? സ്മൃതി, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ പാനലിൽ പങ്കെടുക്കുന്ന CPIയുടെ നേതാവായിട്ടുള്ള ശ്രീ CR ജോസ് പ്രകാശിന്റെ നിലപാടുകളെ ഖണ്ഡിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അതിന് തയ്യാറാവുകയുമില്ല. അതൊരു രാഷ്ട്രീയ നേതാവിന്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ നിലപാട് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനൊന്നും എനിക്കൊരു വിയോജിപ്പും ഇല്ലതാനും. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, പല ഘട്ടങ്ങളിലായി കേരളം ചർച്ച ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട് ഈ 2020 ശേഷം. ഖാദർ കമ്മിറ്റി എന്നാണ് പറയുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് കേരളം ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. പ്രധാനപ്പെട്ട ഉള്ളടക്കം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നെയായിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ CPIയുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള CPIയും അവരുടെ മന്ത്രിമാരും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഇവിടെ വിശ്വസിക്കാം. ശ്രീ ജോസ് പ്രകാശ് അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, CPI ചർച്ച ചെയ്തിട്ടില്ല, ക്യാബിനറ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കാൻ തയ്യാറാണ്. അതിരിക്കട്ടെ. അതിനുശേഷം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കഴിഞ്ഞ 2.5-3 വർഷത്തിനകം നമ്മുടെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ 597 പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിച്ച് കേരള വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി ഇവ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും CPI ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രീ ജോസ് പ്രകാശ്. കാരണം ഇത് വലിയൊരു പ്രക്രിയയാണ് നടന്നത്. 597 പാഠപുസ്തകങ്ങൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പരിഷ്കരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല ആ ഒരു നടപടി. ഒന്ന്. മറ്റൊന്ന്, ഞാൻ പരത്തി പറയല്ല, ഏറ്റവും ചുരുക്കി പറയുകയാണ്. മറ്റൊന്ന്, ഈ NCERTയുടെ പാഠപുസ്തകങ്ങളുടെ പ്രശ്നം. NCERTയുടെ 44 ടൈറ്റിലുകൾ നമുക്ക് 11ഉം 12ഉം ക്ലാസ്സുകളിലുണ്ട്. 44 ടൈറ്റിലുകൾ. ഈ ടൈറ്റിലുകളാണ് അവർ തരുന്നത്. അതിന്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് SCERT ആണ്, NCERT അല്ല. അതിന്റെ റോയൽറ്റി അവർക്ക് കൊടുക്കണം. 44 ടൈറ്റിലുകളുടെ റോയൽറ്റി NCERT കൊടുക്കണം. പക്ഷേ അത് കണ്ടന്റ് നിശ്ചയിക്കാനുള്ള അവകാശം പരിപൂർണമായിട്ടും SCERTക്കാണുള്ളത്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതും. വർഗീയവൽക്കരണ അജണ്ട എന്നുള്ളതാണല്ലോ CPI ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അത്തരം ഒരു വിമർശനത്തിന് പഴുതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നത്. മറ്റു പല കാര്യങ്ങളും പെരിഫറലായിട്ടുണ്ടെങ്കിലും ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്ന ഈ 2 കാര്യങ്ങളാണ്. വർഗീയ അജണ്ട അവിടെ അനുവദിച്ചിട്ടുമില്ല. അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും, CPI ഉൾപ്പെടെ ഭരണമുന്നണിയിലെ ഏതെങ്കിലും കക്ഷികൾക്കോ പ്രതിപക്ഷത്ത് കോൺഗ്രസോ, ഇപ്പോ ശ്രീ KN ഖാദർ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം അടക്കമുള്ള ലീഗിലെ ഏതെങ്കിലും കക്ഷികൾക്കോ വർഗീയ അജണ്ട ഇതിലൂടെ നടപ്പാക്കിയെന്ന ആക്ഷേപവുമില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഇതിന്റെ അകത്ത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ മറ്റെന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉന്നയിക്കണം. ഇതിന്റെ അകത്ത് നാളിതുവരെ നടന്നിട്ടുള്ള വിമർശനങ്ങളിൽ നമ്മുടെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞില്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് ഉപോത്ബലകമായി മറ്റൊരു കമ്മിറ്റി, വിദഗ്ധന്മാരുടെ, അക്കാദമിക് വിദഗ്ധന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി ഇതിന്റെ വിവിധ വശങ്ങളെ പറ്റി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. അത് മന്ത്രിസഭ മുമ്പാകെ അറിവ് ഡേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ ഡേറ്റ് പറയാൻ ഞാൻ ആളല്ല. അല്ല ശ്രീ ജയേന്ദ്രൻ, ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെങ്കിൽ, ഇത്രയ്ക്കൊക്കെ വ്യക്തതയുള്ള കാര്യം എന്തുകൊണ്ടാണ് CPI കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടാമായിരുന്നല്ലോ? എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കളവ് പറഞ്ഞത്? കളവ് പറയുക എന്ന് വെച്ചാൽ മറച്ചു വെക്കുക. 2 മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ PM ശ്രീയിൽ ഒപ്പിടരുത് എന്ന് പറയുമ്പോൾ അത് നയപരമായ വിഷയമാണ്, അതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്തിട്ട് അത് ഒപ്പിടുന്ന തീരുമാനമായി കഴിഞ്ഞിട്ട് പിന്നീട് മന്ത്രിസഭായോഗം ചേരുന്നു. അവിടെ എഴുന്നേറ്റ് നിന്നിട്ടാണ് മന്ത്രി രാജൻ പറയുന്നത്, എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് PM ശ്രീയിൽ ഒപ്പിടരുത്, നമുക്കത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോഴേക്കും അത് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മിണ്ടിയില്ല.
അപ്പോൾ ഇരുട്ടിൽ നിർത്തി എന്നുള്ളത് സത്യമല്ലേ? ഇത്രയ്ക്കും വ്യക്തതയുള്ള കാര്യം CPയെ ബോധ്യപ്പെടുത്താമല്ലോ. നമുക്ക് വേറെ നിർവാഹമില്ല, നമുക്ക് മറ്റു ചില കുരുക്കുകളുണ്ട്, അതുകൊണ്ട് ഒപ്പിട്ടേ പറ്റൂ, പക്ഷേ നമ്മളിതാ പാഠ്യപദ്ധതിയിൽ തൊടാൻ അനുവദിക്കില്ല, അത് പറഞ്ഞാൽ പോരെ? എന്തിനാണ് മറച്ചു വെച്ചത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ മറച്ചുവെക്കലിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ ഒരു ഗൂഢാലോചന എന്ന വാചകമാണല്ലോ ബിനോയ് വിശ്വം പറഞ്ഞത്. അത് കുറ്റം പറയാൻ പറ്റുമോ? അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് സ്മൃതി. കാരണം കഴിഞ്ഞ വർഷം ഡിസംബർ 4 ചേർന്ന ക്യാബിനറ്റിലും ഈ വർഷം ഏപ്രിൽ 9 ചേർന്ന ക്യാബിനറ്റിലുമാണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത്. ഈ രണ്ട് മന്ത്രിസഭാ യോഗങ്ങളിലും ഇതൊരു നയപരമായ പ്രശ്നമാണെന്നും പിന്നീട് ചർച്ച ചെയ്യാമെന്നും ഒരു നിലപാട് ക്യാബിനറ്റ് സ്വീകരിച്ചിട്ടില്ല എന്നെനിക്ക് എന്റെ അന്വേഷണത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. രണ്ട് യോഗത്തിലും CPI എതിർപ്പ് ഉന്നയിച്ചു ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രശ്നമേ ഇല്ലല്ലോ. അല്ല, അതല്ല താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളുടെ പ്രശ്നമാണ്. എതിർപ്പ് ഉന്നയിച്ചു എന്ന് ഇപ്പൊ പറഞ്ഞത് ശരി. ഞാൻ പറഞ്ഞത് നയപരമായ പ്രശ്നമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ഇപ്പോഴും. വിമർശനം ഉന്നയിച്ചു. എതിർപ്പ് നയപരമല്ലെങ്കിൽ പിന്നെ എന്താണ് ആ എതിർപ്പ്? അല്ല, അത് ക്യാബിനറ്റ് അജണ്ടയിൽ അല്ല, അതാണ് ഞാൻ പറയുന്നത്. ക്യാബിനറ്റ് അജണ്ടയിൽ വന്നൊരു പ്രശ്നമല്ല രണ്ട് ഘട്ടത്തിലും. അത് ഔട്ട് ഓഫ് അജണ്ടയിൽ വന്നൊരു കേസാണ്. അതിന് സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറി മറുപടി പറയുമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എൻഡോസ് ചെയ്യാനുള്ള ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ക്യാബിനറ്റ് ഈ 9 മണിക്ക് ചേർന്ന് 10:30 പിരിയുമ്പോൾ അങ്ങനെയാണ് സാധാരണ നടപടിക്രമം. റൂൾസ് ഓഫ് ബിസിനസിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് ചെയ്യാറുള്ളതും. അതിവിടെ നടന്നിട്ടുണ്ട്. അതല്ലാതെ നയപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക അല്ല ഉണ്ടായിട്ടുള്ളത്. അത് പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. നയപരമായ പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതല്ല, റൂൾസ് ഓഫ് ബിസിനസിൽ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാനേ പാടില്ല എന്നതിനെ സംബന്ധിച്ചാണ് തർക്കമായിട്ട് ഇപ്പൊ ഉന്നയിക്കപ്പെടുന്ന അതാണല്ലോ. ഞാൻ അവിടെയാണ് പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ വർഗീയ അജണ്ട എന്നുള്ളതാണ് വിമർശനത്തിന്റെ അടിസ്ഥാനമെങ്കിൽ വർഗീയ അജണ്ട ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ തെളിവുകളാണ് ഞാൻ മുമ്പേ ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാന. ശരി, വർഗീയ അജണ്ട ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട മുന്നണിയിലായിരുന്നു. പുറത്തു പറഞ്ഞതിനപ്പുറം അകത്ത് പറയാൻ കഴിയാതിരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ അങ്ങ് ഇതൊക്കെ പറയുമ്പോഴും MV ഗോവിന്ദൻ ഇതാ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത ഞാൻ പറയട്ടെ. MV ഗോവിന്ദൻ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. CPM ഉള്ള അനുനയ ചർച്ചയ്ക്കായിട്ടാണ് അടിയന്തരമായി പുറപ്പെട്ടിരിക്കുന്നത്. നാളെ തളിപ്പറമ്പിൽ നടക്കാനിരിക്കുന്ന പരിപാടികൾ മാറ്റിവെച്ചിരിക്കുന്നു. നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അടിയന്തര യാത്ര എന്ന സൂചന. നാളെ മന്ത്രിസഭായോഗമാണല്ലോ. നാളത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് CPയുടെ തീരുമാനം. ആ തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ കാരണങ്ങൾ 4 മന്ത്രിമാർ ഒരു കത്തായി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തല്ലോ. ആ കത്തിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായും കാര്യങ്ങൾ. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം, പക്ഷെ അത് വൺസ് മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അജണ്ടയായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തീരുമാനിക്കണം. അതിനകത്ത് തീരുമാനിച്ചില്ല, 2 തവണ മാറ്റിവെച്ചു. 3-ാമത്തെ തവണ അത് പാടില്ല എന്ന് മന്ത്രി എഴുന്നേറ്റ് പറയുമ്പോഴേക്കും അവിടെ പോയി ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ കളവ് പറഞ്ഞു, പറ്റിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. Debate with Smriti Parathikkad.